WCCയിലെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ ഇനിഷ്യേറ്റീവിലാണ് ആ പരാതി അവിടെ വരുന്നതും അങ്ങനെ വേണ്ടതുണ്ട്, സിസ്റ്റം ഷുഡ് ബി ഇൻ പ്ലേസ് എന്ന് വിചാരിക്കുന്നതാണ്. സിനിമയ്ക്കും അത് ബാധകമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം പരക്കെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം ഇത് മലയാള സിനിമയെ നശിപ്പിക്കാൻ വന്ന ഒരു റിപ്പോർട്ടാണ് എന്നും അതിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ സാക്ഷ്യം പറച്ചിലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഉണ്ട്. അങ്ങനെ അല്ല എന്ന് നമുക്ക് ഉള്ളുകൊണ്ട് എല്ലാ മലയാളികൾക്കും അറിയാമെങ്കിലും ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ ഒരു നാരറ്റീവ് പുറത്തുണ്ടായിരുന്നു. അതിനാണ് ഇപ്പം മാറ്റം വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. ചെറിയ രീതിയിൽ ഒരു ശുഭപ്രതീക്ഷ ഉള്ളത്, ഒരാൾ പരാതിയുമായി വന്നാൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു IC ഉണ്ടാവണം എന്ന ബോധ്യം ഏതായാലും മലയാള സിനിമയ്ക്ക് ഉണ്ടായി. സംഘടനകളൊക്കെ മാതൃകാപരമായിട്ട് പെരുമാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുമ്പേ അത്തരം അനുഭവങ്ങൾ ഇല്ല എങ്കിലും ഇനിയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് WCC കേസ് കൊടുത്തതിനെ തുടർന്ന് അതിന്റെ വിധിയെ തുടർന്ന് വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ള ചേംബറാണ് അതിന്റെ ചെയർ ചെയ്യുന്നത്. അത് അങ്ങനെ നടക്കുന്ന ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ അല്ലെങ്കിൽ അവർക്ക് സൊമോട്ടോ തന്നെ ഈ പരാതി എടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോഴും നമ്മൾ ഇത്രയൊക്കെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ ഒരാൾ തന്നെ വീണ്ടും പരാതിയുമായിട്ട് പോകണം എന്നുള്ള ദയനീയ സ്ഥിതി ഉണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ പോലീസിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കേണ്ടതില്ലേ? അതിന്റെ ഒരു സ്വാഭാവിക നടപടിയല്ലേ ദീദി? അതെ, അതിലൊക്കെ പരാതി കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ കാണാൻ പോകുന്നത് ഇത്തരം ആൾക്കാർക്ക് വീണ്ടും സിനിമകളും ജോലിയും സ്വീകാര്യതയും കിട്ടുകയും പരാതി പറഞ്ഞവരെ പുറത്തു നിർത്തുകയും ചെയ്യുന്നത് നമ്മൾ ഇനിയും കാണേണ്ടി വരും. എന്തുകൊണ്ടാണ് പരാതി ഇല്ലാഞ്ഞിട്ടാണോ? ഇതിപ്പം തുറന്നു പറഞ്ഞ ഒരു പരാതിക്കാരിയുടെ കാര്യമാണ് നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും പരാതി ഇല്ലാഞ്ഞിട്ടാണോ? അത് പറയാൻ പറ്റുന്ന സാഹചര്യം ഇല്ല. ഇവിടെ ഫിയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനെ നമ്മൾ വീണ്ടും അതേ സ്റ്റാഗ്നന്റ് അവസ്ഥയിൽ വെച്ചുകൊണ്ട് വളരെ ഒറ്റപ്പെട്ടതായിട്ടുള്ള സംഭവങ്ങളെ ഒലിപ്പിക്കുകയും അത് നമ്മൾ ചർച്ച ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അത് തെറ്റല്ല. അത് വഴി അതൊരു ഉദാഹരണമായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കൂടെ ഇതിന്റെ തീർപ്പ് മറ്റു കാര്യങ്ങളെ കൂടെ ബാധിക്കും എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ. അതായത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, ചില ശുപാർശകളുണ്ട്. അത് നിർബന്ധമായും നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടിയാണോ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വിൻസിയുടെ പരാതിക്ക് പിന്നാലെ? വിൻസിയുടെ പരാതി എന്നല്ല, ഇവിടെ പരാതിപ്പെട്ടാൽ അത് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് അതൊരാളുടെ ചോയ്സ് ആണ്. അപ്പൊ പോലും അവിടെ ഒരു IC അറ്റ് പ്ലേസ് ആണെങ്കിൽ അതിന്റെ ഒരു പ്രിവെൻഷൻ പോലും നടക്കേണ്ടതുണ്ടായിരുന്നു. പോഷ് ആക്ട് നമുക്കറിയാം, പരാതി കിട്ടിക്കഴിഞ്ഞ് പ്രവർത്തിക്കുന്ന രീതിയല്ല, പരാതി ഇല്ലാതെ നോക്കേണ്ട ഒരു ബാധ്യത കൂടെ പോഷ് ആക്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പ്രിവെൻഷൻ എന്ന് പറയുന്ന ആ കാര്യം ആ സിനിമയ്ക്കകത്ത് നടന്നിട്ടില്ല എന്ന് ആ കുട്ടിയുടെ സാക്ഷ്യം പറച്ചിലുണ്ട്. കാരണം വിൻസി പറഞ്ഞതിനകത്ത് ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് അത് തടഞ്ഞില്ല എന്നുള്ളതാണ് പോഷ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അതിന് അവർ ഉത്തരം പറയേണ്ടതുണ്ട്. ആ പ്രൊഡക്ഷൻ ഹൗസ് അടക്കം ഉത്തരം പറയേണ്ടതുണ്ട്. ദീദി ദാമോദരൻ, ഇവിടെ ഷൈൻ ടോമിനെതിരെ ആദ്യമായിട്ടല്ല ഇങ്ങനെയൊരു പരാതിയോ അല്ലെങ്കിൽ ഒരു ആരോപണമോ ഉയർന്നു വരുന്നത്. പക്ഷെ എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഷൈൻ ടോം ഇതേ രീതിയിലുള്ള പെരുമാറ്റം ഇത് അങ്ങനെ തുടർന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു ഷൈന്? ഒരു വ്യക്തിയുടെ കാര്യമല്ല. അങ്ങനെ പറഞ്ഞത് റെഡ്യൂസ് ചെയ്യുന്നതും ശരിയല്ല. അതൊരു സിസ്റ്റത്തിന്റെ തകരാറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് നമ്മൾ എന്തിനെയാണ് പ്രകീർത്തിക്കുന്നത്? ഞാൻ എന്റെ ഉപജീവനമായിട്ട് വേറെ മാർഗങ്ങൾ എനിക്കുണ്ട് എന്ന് പറയുന്ന ഒരാളെയാണ് നമ്മൾ പ്രകീർത്തിക്കുന്നത്. അതല്ലല്ലോ വേണ്ടത്. തെറ്റ് ചെയ്ത ആൾ പുറത്തു പോകണമെന്നും ശിക്ഷ അനുഭവിക്കണമെന്നും പറയേണ്ട ബോധം നമുക്ക് വേണ്ടേ? എന്തുകൊണ്ടാണ് എനിക്ക് പണി അറിയാമെന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്ന ഒരാളല്ലേ വിൻസി? അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ലേ? ചെയ്ത സിനിമകളുടെ രീതി നോക്കിയാൽ നമുക്കറിയാം, ഒരു സെലക്ട് ചെയ്ത സിനിമകളുടെ രീതി വെച്ചിട്ട് അങ്ങനെ ജോലി ഉപേക്ഷിച്ച് പോകുന്ന ഒരു നേച്ചർ അല്ല ആ ആർട്ടിസ്റ്റിന് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരാള് ഞാൻ ഇത് ഉപജീവനത്തിന് വേറെ മാർഗം കണ്ടോളാം എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് അവകാശപ്പെട്ടതല്ലേ ഈ ഇൻഡസ്ട്രി?